എൻ കൺകോണുകളിൽ നിൻമുഖമണയും നിമിഷമതീ സുഖദം വരുമോയി പകലുകളിറവായി പലവേളകളിൽ പ്രണയം പടരും പാൽത്തുള്ളികൾ പോ ഉയിരേ ഇനിയൊരു കഥ എഴുതുകയായി എൻ കൺകോണുകളിൽ. ഞാനേ ഒരു കഥ പറയാം, ഒരു കൊച്ചു കഥ. ഒരു നീലാകാശത്തിൻ കീഴിൽ വെളിച്ചവും വർണ്ണവുമെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നതായ ഒരു ലോകം. അവിടെയാണ് ഞാൻ അവരെ ആദ്യമായി കണ്ടത്. 2 അത്ഭുതകരമായ പുഷ്പങ്ങൾ. ഞാനൊരു ശലഭം മാത്രമാണ്, ഇവരുടെ മറക്കാനാവാത്ത ഈ പ്രണയത്തിൻ്റെ ഒരു സാക്ഷി. അവരുടെ ഇടയിൽ എന്തോ മനോഹരമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഞാൻ കണ്ടു, കേട്ടു, അനുഭവിച്ചു. എൻ്റെ ചിറകുകളിൽ എഴുതപ്പെട്ട കഥയായി മാറി ആ 2 പൂക്കൾ. ആ കഥ എന്താണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? വരൂ എൻ്റെ ഒപ്പം മനോഹരമായ പൂക്കളുടെ ഒരു അത്ഭുത ലോകത്തേക്ക്. ഇനിയൊരു കഥ എഴുതുകയായി എൻ കൺകോണുകളിൽ. എസ്രാ, എസ്രാ, ഓ ഇവനെയും കൊണ്ട് തോറ്റു. ഒന്ന് എഴുന്നേറ്റേ, എത്ര സമയമായെന്നറിയാവോ? എന്നെ ഒന്ന് കൊണ്ടുവിട്ടേ. എന്തുവാ, ഞാൻ അലാറം വെച്ചിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റോളാം. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കുവല്ലേ? നീ എത്ര മണിക്ക് അലാറം വെച്ചേക്കുന്നേ? 8 മണി. ആ എയും ബിയും നോക്കി വെച്ചില്ലേ ഇങ്ങനെ ഇരിക്കും. അയ്യോ ഹന്ന, 8:58 തീർന്നു. അപ്പാ ഞാൻ ഇറങ്ങുവാണേ. എങ്ങോട്ടാ? എന്നെ വിട്ടിട്ട് പോയാ മതി. അയ്യോ സമയമില്ല, പോണം. നീ കാരണം എന്റെ സമയം പോയി, എന്നെ വിട്ടിട്ട് പോയാ മതി. ആ കേറ്. ഇതാണോ നിന്റെ 9 മണി? അത് പിന്നെ എയും ബിയും തമ്മി മാറിപ്പോയി. ഇരുന്നോ?
ഋഷിയെ സ്നേഹം വിളിച്ചായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. ഹലോടാ. എടാ, നിങ്ങളുടെ കോസ്റ്റ്യൂമിന്റെ കാര്യം ആടാ അത് ഓക്കെ. ആടാ, ഞങ്ങൾ എടുക്കാൻ വന്നതാ, അതാ വിളിച്ചേ. പ്രാക്ടീസ് ആടാ 4 മണി തൊട്ട് 8 മണി വരെ പ്രാക്ടീസ് ഉണ്ട്. ആടാ, വന്നേക്കാം. ആടാ ഓക്കെ. എടാ, അവരുടെ കാര്യം സെറ്റായി. ഓക്കെ വാ, നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്യാം. എടാ ഇതെങ്ങനെയുണ്ട്? എടാ ഇതെങ്ങനെയുണ്ട്? ആടാ, കൊള്ളാം. എന്നെ നിനക്ക് പറ്റിയ ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. ഓ, ഒന്നുമില്ലടാ. എന്തെങ്കിലും ഉണ്ടേ പറ, എന്നോടല്ലേ. എടാ, അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 3 വർഷമായി. ആ കുറവ് അങ്ങനെ ആരെക്കൊണ്ട് നികത്താൻ പറ്റില്ല. അതെന്നും ഒരു വലിയ കുറവ് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്. അതെന്നും നമുക്കൊപ്പം കാണും. പോട്ടെ, സങ്കടപ്പെടാതെ ബാ, നമുക്ക് ഡ്രസ്സ് സെറ്റ് ആക്കിയിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോവാം. ആടാ ജോക്കുട്ടാ, പറ. ഇല്ലടാ, വിളിച്ചില്ല, വിളിക്കാം. ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ എത്തും. ആടാ ഓക്കെ. എടാ, നീ എവിടെ എത്തി? എവിടോ എത്തിയിട്ടുണ്ട്. നല്ല ഇരുട്ടുള്ള സ്ഥലമാ. ഓക്കെ, നീ ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കുക. ശരിയടാ, ഓക്കെ. എടാ, ഞങ്ങൾ പോവാ. ഇവിടെ കൊണ്ട് വിട്ടിട്ട് വേണം ഏതിനെ പോയി വിളിക്കാൻ, കേട്ടോ? പോവാ, വാ. എടാ എടാ ഞാൻ ഇറങ്ങിയേ. നിങ്ങളെവിടാ? ജോക്കുട്ടൻ വന്നാൽ ഉടനെ വന്നേക്കാം. ഒരു 15 മിനിറ്റ്. ആ ശരി. എന്തിന്? എന്തുവാ എന്തുവാ? ഒരു 500 രൂപ എടുത്തേ. എന്റെ ഇല്ല, എന്റെ ഇല്ല. എന്നാ അതോട്ട് വാ. ഞാനും വരത്തില്ല. അയ്യേ എന്റെ പുറകെ അയ്യോ അയ്യോ അയ്യോ. ആ നീ വന്നോ? ആ, ഞാൻ 5 മിനിറ്റായി വന്നിട്ട്. നീ ഏതിനെ വിളിച്ചോ? 100 ആയിസ് അതേ വിളിക്കുന്നു. ഹലോ, എന്നാടാ, എന്നാ കാര്യം പറ. സാരി എടുത്ത ഒരുത്തനോ? എടാ പിടി കൊടുക്കില്ല. എന്നാ എടാ എവിടെ എത്തിയടാ? പെട്ടെന്ന് പാടക്കണ അപ്പന്മാരെ. എസ്രയുടെ വണ്ടി. നിർത്ത്. ഓ രക്ഷപ്പെട്ട്. എന്തുവാടാ? എടാ, ഒരു പെണ്ണെന്നെ ഓടിച്ചടാ. ഒരു താടി മീശയുള്ള പെണ്ണ്. പെണ്ണോ? അത് മറ്റേ. എടാ, നിനക്കൊക്കെ തമാശകളെ നാറികളെ. ഇപ്പൊ എന്റെ ജീവിതം പോയേനെ. സമയത്തിന് വരാത്ത 2 പന്നികള്. പോ വണ്ടി വിട്. എന്റെ കൂടെ നാളെ ആരാടാ ഇന്റർവ്യൂവിന് വരുന്നേ? ഞാൻ തിരക്കെല്ലാം വരും. മാറങ്ങോട്ട്. എന്നായി? എന്നെ ആവാൻ ഒന്നും ആയില്ല. മാറങ്ങോട്ട്. എന്ത് പറ്റി? ഇത് പിടിക്ക്. കാര്യം പറയടാ.
കാര്യമൊന്നുമില്ല. എന്ത് പോക്കാണ് നീ പോന്നെ? മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ എന്തുവാടോ ഇത്? എടാ അയ്യോ എന്റെ പൊന്നാൻറ്റി, ഇവനെന്തോ വരവാ വന്നതെന്നറിയാവോ? ആരാടോ നിന്റെ ആന്റി? അല്ല ആന്റി അല്ല, ചേച്ചി ചേച്ചി അല്ല, പെങ്ങള്. എന്തുവാടാ നിനക്ക്? എന്തുവാടാ വയ്യേടാ? തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഇതിനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് പോയാ മതി. എടാ എനിക്കറിയത്തില്ല. ഗൂഗിൾ പേ ഉണ്ടോ? ആ ഇൻ്റർവ്യൂ പോയിട്ട് എന്തായടാ? ആ അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതെന്നാ? അവൻ്റെ മറ്റേ എക്സ് ഇല്ലേ, അലിയ, ആ അവളുടെ ഹസ്ബൻഡായിരുന്നു ആ ഇൻ്റർവ്യൂവർ എന്ന്. ആ ബെസ്റ്റ്. അതും തലക്കയറ്റി പോയേക്കുവാണോ? അല്ല നീ അവനെ ഒന്ന് വിളിച്ചേ. ഹലോ, എന്താണ് നിന്റെ പ്രശ്നം? എന്തുവാ? എടാ എടാ ഞാനിപ്പോൾ ഒട്ടും ഓക്കെ അല്ലടാ. നീ എന്നെ പിന്നെ വിളിക്കും. ആ ഇനി വിളിക്കുന്നുമില്ല. നീ അതും ആലോചിച്ചുകൊണ്ട് അവിടെ ഒതുങ്ങി കുടിക്കും. എൻ്റെ അത് എത്ര പെട്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞടാ. എടാ അവൾക്ക് നിന്നെ വേണമെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവളുടെ കാര്യം ആലോചിക്കുന്നേ? എടാ അത് വിടടാ. എത്ര പെട്ടെന്ന് പറഞ്ഞടാ. എടാ ഏതാ, ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ അടുത്തറിഞ്ഞ് ഇഷ്ടപ്പെട്ടവരാരും നിന്നെ വിട്ട് പോയിട്ടില്ലടാ. ഇനി പോയെന്ന് പറഞ്ഞവരാരും അവരാരും നിന്നെ അത്രയും സ്നേഹിച്ച് കാണില്ല. എടാ വിടടാ. ഡാ ഓക്കെ ശരി. എടാ ഞാൻ പോയേക്കുവാ, എന്നെ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ കാണാം. ഇത്രയും കാലമായിട്ടും അവൻ എന്തിനാ അവളുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അവൻ അത്രയ്ക്ക് അവളെ സ്നേഹിച്ചായിരുന്നു. അവൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഇവനോട്. പക്ഷേ അവളൊരു സമയമായപ്പോഴത്തേന് ഇവനെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ചോദിച്ചപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ അവൾ തന്നെ ഇവനോട് പറഞ്ഞു ഇവളും ലിജോയും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും അവരുടെ കല്യാണം ഉറപ്പിച്ചെന്നും. ഇവനാണെ ഒന്നും പറഞ്ഞില്ല. എന്തോ ആകെ അങ്ങ് വല്ലാണ്ടായി. ഇപ്പോൾ ഏകദേശം അവൻ ഓക്കെ ആയി. ആ കൊള്ളാം എന്തായാലും. നീ എന്നെ ഇട്ടേച്ച് പോടി. ആ പോകും, ഇപ്പൊ തന്നെ പോകും. പോട്ടെ. എടാ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? പറയണോ? ഉം. ആ ചോദ്യം കേക്കട്ടെ. ഞാൻ മരിച്ചാ നീ എന്നെ മറക്കോ? ആ മറക്കും, ഞാൻ ഉറപ്പായും മറക്കും. എന്നിട്ട് നിന്നെക്കാ സുന്ദരി ഒരുത്തെ കിട്ടും. സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കും. എന്തേ? ഓക്കെ, ഞാൻ ഈ ചോദ്യം തന്നെ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ. ഞാൻ മരിച്ച വേണ്ട, ചോദിക്കണ്ട. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഞാൻ വെറുതെ ചോദിച്ചാ. നിൽക്കി, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിക്കട്ടെ. ആ
നിന്റെ ഞാൻ കറക്കി, അവനോട് പറയണ്ട. എടാ ഒന്ന് പെട്ടെന്ന് വരുമോ? എടാ അതന്നെ ബ്ലഡോ? എസ്ര വില്യംസ് ആണോ? അതെ. ഡോക്ടർ ഇപ്പൊ വിളിക്കും. എന്നടാ എന്നാ പറ്റിയേ? അറിയില്ലപ്പാ, മൂക്കിന്ന് ബ്ലഡ് വന്നു. അതെന്നാ? അറിയാല. ഡോക്ടറെ കാണിച്ചോ? ഇല്ല, അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തേ ഉള്ളൂ. ദേഹത്തൊക്കെ ഒരു വേദന പോലെ. വേദനയുണ്ടോ? ഇവിടെ എല്ലാം എസ്ര വില്യംസ് ഞാനാ. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പനുണ്ട്. ഒരു നിമിഷം ഒന്ന്. നിങ്ങളിവിടെ നിൽക്കേ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇപ്പോൾ നിങ്ങളാണ് സ്ട്രോങ് ആയി നിൽക്കേണ്ടത്. എസ്ര വില്യംസിന് ലുക്കീമിയാണ്, ക്യാൻസറിൻ്റെ 4th സ്റ്റേജ്. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാം. പിന്നെ അറിയാമല്ലോ, 4th സ്റ്റേജാണ്, അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്. 4th എന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ടെൻഷൻ ആവുമൊന്നും വേണ്ട, നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യും. പക്ഷേ വളരെ വൈകിപ്പോയി. മകനെ പറഞ്ഞ് ഒന്ന് ടെൻഷനാകാതെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇപ്പോൾ നിങ്ങളോട് ഓഫായാൽ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാം. എന്നാപ്പാ എന്നാ പറഞ്ഞേ? എന്നാപ്പാ? അപ്പാ പറ. അപ്പാ അപ്പാ എന്നെ പറ്റിയപ്പാ? കാര്യം പറ. എന്താന്ന് കാര്യം പറയാപ്പാ? ഒന്നും കലുകോകലിൽ നിൻ കന്മറയൻ നീശമദതി മൗനം നിറയുയി ഹലോ. കിടന്നോടാ? ഇല്ലടാ, പറഞ്ഞു. ഏയ്, കിടന്നിട്ട് ഉറക്കം വന്നില്ല. കുറച്ചു നേരം നിന്നോട് സംസാരിക്കാൻ തോന്നി. ജലദോഷം പിടിച്ചടാ. നമ്മുടെ കോളേജ് ഫെസ്റ്റിന്റെ ഡാൻസിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ? അന്ന് നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്ന എന്റെ പേടി നിന്റെ മുഖത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ലൈഫിലെ എന്നെ ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു അത്. എനിക്ക് എന്നെ കണ്ടപ്പോൾ തൊട്ടേ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ അത് നിന്നോട് ഒരിക്കലും പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറയത്തുമില്ലായിരുന്നു. എൻ്റെ കർത്താവേ, ഒരു നിമിഷം എൻ്റെ കിളി പോയി. അങ്ങനെ നടക്കില്ലെന്ന് വിചാരിച്ച് പലതും എൻ്റെ ജീവിതത്തിൽ നടന്നു. ഞാൻ ഒത്തിരി ഹാപ്പിയാ. നീ ഉറങ്ങിയോ? ഇല്ലടാ, നീ പറഞ്ഞു, ഞാൻ കേൾക്കുക. എന്നാ ശരി, നീ പോയി കിടന്നുറങ്ങിക്കോ. എനിക്കും ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ലവ് യു.
എവിടെയൊക്കെ നോക്കിയടാ നിന്നെ? നീ ഇവിടെ നിന്ന് എന്നെ കാണിക്കുക? അന്നയോട് പറയുന്നില്ലേ? ഇല്ലടാ, അവളുടെ റിയാക്ഷനോടെ കാണാനുള്ള ത്രാണിയില്ലടാ എനിക്ക്. എടാ, ഞാൻ ഒത്തിരി ഭാഗ്യം ചെയ്തവനാടാ. എന്താണെന്നറിയുമോ, കൂടെ പിറന്നില്ലേലും കൂടെപ്പിറപ്പിനെ പോലെ സ്നേഹിക്കാൻ നീയൊക്കെ ഇല്ലായിരുന്നു. ഞാൻ ഹാപ്പിയാടാ. എന്താടാ കാണണമെന്ന് പറഞ്ഞേ? എനിക്കെന്നെ കാണാൻ പറ്റത്തില്ലേ? ഓ, കണ്ടോ കണ്ടോ. എന്റെ കോലമാടാ ഇത്. ഓ, പനിയൊക്കെ അല്ലായിരുന്നു? നല്ല ബോറായിട്ടുണ്ട്. എടാ, ഞാൻ നിനക്ക് ഡയർ തരട്ടെ? ഡയറോ? എന്ത് ഡയർ? ഇപ്പം മുതൽ ഒരു 24 hour എന്നെ വിളിക്കാതെ മെസ്സേജ് അയക്കാതെ ഇരിക്കാൻ പറ്റുമോ? ഓ, ഇറ്റ്സ് എ ടാസ്ക്. അതാണ് ഡയർ. ഓ, അക്സെപ്റ്റഡ്. 24 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിനക്ക് ഡയർ തരും. ശരി. എടാ, എവിലിയാനെ വിളിക്കാൻ പോണം. പോവാ കേട്ടോ? ശരി. എടാ, 24 മണിക്കൂർ നിനക്ക് മെസ്സേജ് അയക്കാതെ വിളിക്കാതെ ഞാൻ എങ്ങനെ ഇരിക്കും? മിസ് യുടാ. എടാ, അവളെ വിളിക്കാൻ പോണം കേട്ടോ? ഒന്നും കലുകോകലിൽ നിൻ കന്മറയൻ നീശമദതി മൗനം നിറയുയി.
നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്. അതെന്നും നമുക്കൊപ്പം കാണും. ഈ കരയോട് ചേർന്നിരുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ ഒരിടത്ത് നീയുമുണ്ട് എന്നെനിക്കറിയാം. ജീവിതം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് നീ തന്നെയായിരുന്നു. നീ ഇല്ലാത്ത ഈ ലോകം മൗനത്താൽ നിറഞ്ഞതാണ്. പക്ഷെ നിന്റെ ഓർമ്മകളാണ് എനിക്കിനിയും ജീവിക്കുവാനുള്ള ശക്തി. നിന്റെ കൂടെ ഞാൻ കാണാറുണ്ടായിരുന്ന ആ സ്വർഗം ഇനിയൊരു ജന്മത്തിലെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരുമിക്കാൻ കഴിയാതെ പോയ ഒരു മുജന്മ പ്രണയത്തിൻ്റെ ബാക്കിയായി ഞാനും നീയും വന്നേക്കാം. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നു നീ എൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ. നീ ഇപ്പോഴും ഇവിടെയുണ്ട്. കാരണം ഈ മൗനം തന്നെ നീ ഉള്ളതിൻ്റെ തെളിവായിരിക്കും. അങ്ങനെ ജീവിതമെന്ന ഈ കൊച്ചു പൂന്തോട്ടത്തിൽ ഞാൻ കണ്ടു സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തിയ 2 പുഷ്പങ്ങൾ. അവരിൽ ഒരാൾ ഇനി ഓർമ്മ മാത്രമാണ്, മറ്റൊന്ന് കാറ്റിനോട് തൻ്റെ പരിഭവങ്ങൾ പങ്കുവെച്ച് ജീവിക്കുന്നു അവൻ്റെ മായാത്ത ഓർമ്മയിൽ. പ്രണയം എത്ര നാൾ നിലനിൽക്കും? ചിലത് മടുക്കുവോളം, എന്നാൽ ചിലത് മരിക്കുവോളോ. ഈ പൂക്കളുടെ ഒരിക്കലും മരിക്കാത്ത ഈ സ്നേഹത്തിൻ്റെ കഥയുമായി പുതിയൊരു പാതയിൽ ഞാൻ പറക്കുന്നു. എത്രയൊക്കെ ഉയരത്തിൽ ഞാൻ പറന്നാലും ഈ പൂന്തോട്ടം എന്നും എൻ്റെ ഹൃദയത്തിൽ തുടരും. എസ്രയുടെയും ഹന്നയുടെയും ജീവിതമാകുന്ന ഈ കൊച്ചു പൂന്തോട്ടം.